ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിനെ കോടതി റിമാൻഡ് ചെയ്തു. അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നീക്കത്തിനിടെ രാവിലെ ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയ ജോർജിന്റെ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് തള്ളി. വൈദ്യപരിശോധനയിൽ രക്തസമ്മർദ്ദവും പ്രമേഹവും കൂടുതലാണെന്ന് കണ്ടെത്തിയതിനാൽ ജോർജിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. യു ഷൈജു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷൈജു, പി.സി. ജോർജ് ഇപ്പോഴും ആശുപത്രിയിലാണോ? വൈദ്യപരിശോധന പുരോഗമിക്കുകയാണോ? ഇനി തുടർ നടപടികളൊക്കെ എന്താണ്? പി.സി. ജോർജിന്റെ ആരോഗ്യ പ്രശ്നം ഉയർത്തിക്കാണിച്ച് രാവിലെ മുതൽ കോടതിയിൽ ഹാജരായ സമയം മുതൽ പി.സി. ജോർജിന്റെ അഭിഭാഷകൻ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വാദങ്ങളായിരുന്നു. 2 വൈദ്യപരിശോധനയ്ക്ക് വിധേയനായ പി.സി. ജോർജിൽ അവസാനം പാല ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാകുമ്പോഴാണ് പ്രഷറിൽ അതായത് രക്തസമ്മർദ്ദവും പ്രമേഹവും അധികമായി കണ്ടു. അതിനെ തുടർന്ന് ECG പരിശോധന നടത്തി. അപ്പോൾ ECGയിലും നേരിയ വ്യത്യാസം കണ്ടു. ഇത് മജിസ്ട്രേറ്റിനെ അറിയിക്കുമ്പോഴാണ് മജിസ്ട്രേറ്റ് പറഞ്ഞത് വിദഗ്ധ പരിശോധന ആവശ്യമാണ് എങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹൃദ്രോഗ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് പരിശോധന നടത്തുക. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ ജയിൽ കഴിയുന്നവർക്ക് ഉള്ള പ്രത്യേക സെല്ലുണ്ട്, അവിടേക്ക് മാറ്റണം എന്ന് അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. എന്നാൽ മജിസ്ട്രേറ്റ് പറഞ്ഞത് മെഡിക്കൽ കോളേജിലെ പരിശോധനാ ഫലം വരട്ടെ, വന്നതിന് ശേഷം ഏത് ജയിലിലേക്ക് കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ച് തീരുമാനമുണ്ടാക്കാം. അതുകൊണ്ട് പോലീസ് ആ റിപ്പോർട്ട് തന്നെ അറിയിക്കുമ്പോൾ തീരുമാനം അറിയിക്കാം എന്നാണ് മജിസ്ട്രേറ്റ് അറിയിച്ചത്. അതനുസരിച്ച് അപ്പോൾ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അല്പസമയങ്ങൾക്ക് മുമ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിനെ പ്രവേശിപ്പിച്ചത്. പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പരിശോധനാ ഫലം മജിസ്ട്രേറ്റ് പരിശോധിച്ചതിന് ശേഷം മാത്രമാകും പാലാ സബ് ജയിലിലാണോ കോട്ടയം മെഡിക്കൽ കോളേജിലെ തടവുകാർക്കുള്ള പ്രത്യേക സെല്ലിലേക്കാണോ കൊണ്ടുപോവുക എന്ന്. ഏതായാലും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത പി.സി. ജോർജിന്റെ ഇന്നത്തെ ഉറക്കം എവിടെയാണ് എന്ന കാര്യം അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. എത്ര മണിയോടുകൂടി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകുമെന്നാണ് ഷൈജു ഇപ്പോൾ അറിയാൻ കഴിയുന്നത്? ഈരാറ്റുപേട്ടയിലെ ഫാമിലി ഹെൽത്ത് സെന്ററിൽ പരിശോധന നടത്തിയ സമയത്ത് അരമണിക്കൂറിനകം കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഏതാണ്ട് 1 മണിക്കൂറോളം സമയമെടുത്താണ് പാല ആശുപത്രിയിലെ പരിശോധന നടത്തിയിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലയിൽ ഈ പരിശോധന നടത്തുമ്പോഴാണ് രക്തസമ്മർദ്ദം അമിതമായി കണ്ടു. പിന്നീട് പ്രമേഹം പരിശോധിക്കുമ്പോഴും പ്രമേഹവും അമിതമായി കണ്ടതിനെ തുടർന്നായിരുന്നു ECGയുടെ പരിശോധനയിലേക്ക് പോയത്. ഇനി കോട്ടയം മെഡിക്കൽ കോളേജിലെ പരിശോധന എപ്പോൾ പൂർത്തിയാകും എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. ഏതായാലും അദ്ദേഹത്തിന് എക്കോയോ TMT ഒക്കെ എടുക്കേണ്ടി വന്നാൽ ഹൃദ്രോഗ വിഭാഗവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അത്തരം ചില പരിശോധനകളിലേക്ക് കയറിയാൽ ഒരു പക്ഷേ കുറച്ചുകൂടി വൈകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ പരിശോധനാ ഫലം കോട്ടയത്ത് ഈരാറ്റുപേട്ടയിലുള്ള മജിസ്ട്രേറ്റിനെ പോലീസ് അറിയിക്കും. അറിയിച്ചതിന് ശേഷമാകും ഏത് ജയിലിലേക്കാണ് കൊണ്ടുപോവുക എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക. ഏതായാലും പാലാ സബ് ജയിലിലോ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ തടവുകാർക്കുള്ള പ്രത്യേക സെല്ലിലേക്കോ ആയിരിക്കും പി.സി. ജോർജിനെ മാറ്റുക. അല്പസമയത്തിനകം ഏത് സെല്ലിലേക്കായിരിക്കും കൊണ്ടുപോകുക എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയുണ്ടാകും. ശരി, യു ഷൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്.